السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله العظيم. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു മജ്ലിസ് നടത്തുന്നത്. ഈ മജ്ലിസിൻ്റെ മുന്നോടിയായി ഈ മജ്ലിസിലുള്ളവർക്കും ഈ മജ്ലിസ് നടത്താൻ ലക്ഷ്യം വെച്ച നമ്മുടെ വന്യപിതാവ് മർഹൂം ഇസ്മായിൽ ഹാജി നവ്വറല്ലാഹു മർഖദ മഹൽ വ്യക്തിക്കു വേണ്ടിയും ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുഹളറത്തിൽ പോയി സലാം സമർപ്പിച്ച് യാസീൻ ഓതി ഈ മജ്ലിസിൻ്റെ കബൂലിയത്തിന് വേണ്ടി ഹബീബായ മുത്തുനബി തങ്ങളിലേക്ക് തവസ്സുൽ ചെയ്തുകൊണ്ടുള്ളൊരു മജ്ലിസാണ്. തീർച്ചയായും ഈ മജ്ലിസിന് ഒരുപാട് പ്രത്യേകതകൾ ഒരുമിച്ച് കൂടിയ മജ്ലിസും കൂടിയാണ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഹിബ്ബീങ്ങൾ, അഹ്ലുകാർ, മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാ മുറാദുകളും നീയത്തുകളും മനസ്സിലെ ആഗ്രഹങ്ങളും സഫലമാകാനും വിഷമങ്ങളും രോഗങ്ങളും എല്ലാം മാറാനുള്ള ഒരു ഷിഫാഇൻ്റെ മജ്ലിസും കൂടിയായി അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എൻ്റെ സ്വന്തം പിതാവിന് തുല്യമായ പ്രിയപ്പെട്ട മക്കാർ ഹാജി ഉപ്പ, ആ ഉപ്പയുടെ പ്രിയ സഹോദരൻ കൊച്ചനുജൻ പ്രിയപ്പെട്ട മർഹൂം ഇസ്മായിൽ ഹാജി അവരുടെ 3-ാമത്തെ ആണ്ടിൻ്റെ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി നമ്മളോട് വിട പറഞ്ഞിട്ട് 3 ആണ്ട് പിന്നിടുമ്പോൾ നാം അവരുടെ അവസ്ഥകൾ അറിയുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊരു കുറവും വന്നിട്ടുണ്ടാവില്ലായിരിക്കാം. ശാരീരികമായ അസ്വസ്ഥതകൾ അത് മനുഷ്യ സ്വാഭാവികമാണെങ്കിലും മറ്റു പല കാര്യങ്ങൾ നോക്കുമ്പോൾ അഭിമാനത്തോടെ നാം ജീവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഖബറിലെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാൻ കഴിയില്ല. 24 മണിക്കൂറും ഇബാദത്തുമായി കഴിയുന്നവരുടെ അവസ്ഥകൾ പോലും നമുക്ക് വിലയിരുത്താൻ ഒരിക്കലും സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്കൊരിക്കലും നമ്മുടെ ഇബാദത്തുകളെയോ സൽക്കർമ്മങ്ങളെയോ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അഭിമാനിക്കാൻ കഴിയില്ല. ചെയ്ത അമലുകൾ സ്വീകരിച്ചോ ഇല്ലേ എന്ന് റബ്ബിനെ അറിയാൻ കഴിയുകയുള്ളൂ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ഖജനാവ് അത്രമേൽ വിശാലമാണ്. മറ്റൊരു കാര്യം, നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ ഉപ്പാപ്പയോ ആരുമായിക്കോട്ടെ നമ്മിൽ നിന്നും വിട പറഞ്ഞത്, ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിൻ്റെ അടിമ എന്ന നിലയ്ക്ക് നാം അവർക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടം എത്രമാത്രമാണെന്ന് അത് നമുക്ക് റബ്ബിൻ്റെ കോർട്ടിൽ ചെല്ലുമ്പോഴേ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു സന്തോഷം, ഹബീബായ മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടി, അത് ആരോ ആയിക്കോട്ടെ, അവർക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുന്നതും അവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്നതും മുത്തുനബി തങ്ങൾ സന്തോഷിക്കും, അള്ളാഹു സന്തോഷിക്കും, മലക്കുകൾ സന്തോഷിക്കും. നമ്മളോട് മാലകന്മാർക്ക് ഇഷ്ടം തോന്നും, കാരുണ്യം തോന്നും. നമ്മുടെ ദുആയ്ക്കെല്ലാം ഇജാബത്തുണ്ടാകാനുള്ള പ്രധാന കാരണമായി ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും അതുപോലെ മരണാനന്തരമായ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ, അവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ സമയങ്ങൾ, ഇതെല്ലാം റബ്ബ് നമ്മളെ നോക്കിക്കാണുകയും ഒരു നാൾ നമുക്കും മരണം എന്ന ഒരു മഹാനിമിഷം നമ്മിലേക്ക് അടുത്തു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നമ്മളെ തേടി ദിക്റുകളും ഖുർആനുകളും ആത്മാർത്ഥമായ ദുആകളും എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഈ ദുനിയാവ് താൽക്കാലികമാണ്. പക്ഷേ ഈ താൽക്കാലികമായ ദുനിയാവിൽ നിന്നും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഖബറിലും മഹ്ശറിലും അറ്റമില്ലാത്ത ഹബീബായ മുത്തുനബി തങ്ങളോടൊപ്പമുള്ള സ്വർഗീയ ജീവിതത്തിൽ നമുക്ക് വലിയ പദവി ലഭിക്കുകയുള്ളൂ. പരിശുദ്ധ മക്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ദുനിയാവിലല്ലേ. പരിശുദ്ധ മദീന എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ഭൂമിയിലല്ലേ. 5 നേരത്തെ നിസ്കാരവും ഹജ്ജും സക്കാത്തും ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളുമെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ഭൂഗോളത്തിൽ തന്നെയാണ്. നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കാര്യവും ചെയ്യാൻ കഴിയില്ല. നമ്മളെ നോക്കിക്കണ്ടുകൊണ്ട് ഓരോ ഹറക്കാത്ത് സക്കനാത്തും, പ്രിയപ്പെട്ടവരെ, തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നതും
അതുപോലെ തന്നെ ഒരു സന്തോഷം കണ്ടാൽ മനസ്സിൽ അൽഹംദുലില്ലാ എന്ന ദിക്ർ ചൊല്ലുന്നതും എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാർ ഇതെല്ലാം കുറിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ എഴുതി വെക്കും. ഇതൊക്കെ റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു തീരുമാനിച്ച കാര്യമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്നും വിട പറഞ്ഞവർക്ക് വേണ്ടി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എപ്പോൾ ചിലവഴിച്ചാലും അത് അവർക്ക് ഗുണം കിട്ടുന്നു എന്നതിലുപരി നമ്മൾ ആർക്കു വേണ്ടിയാണോ ചിലവഴിച്ചത്, എന്താണോ നമ്മൾ ചൊല്ലിയത്, 100 ദിക്ർ ചൊല്ലിയാൽ ആ ദിക്റിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും എന്നതിലുപരി ഒരു കുറവും വരാതെ നമുക്കും നമ്മുടെ ഖബറിലേക്കുമുള്ളതാണത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് വേണ്ടി യാതൊരു മടിയും കൂടാതെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ നല്ല നിയ്യത്തോടുകൂടി ഈ മജ്‌ലിസിൽ പങ്കെടുക്കണം. മറ്റുള്ള എല്ലാ ശ്രദ്ധകളും മാറ്റിവെച്ച് നിങ്ങളുടെ റൂഹിനെ, നിങ്ങളുടെ ആത്മാവിനെ കുറഞ്ഞ സമയം ഈ പരിശുദ്ധ മദീനയിലേക്കൊന്ന് കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം ഈ മജ്‌ലിസിൽ ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവർ കഴിഞ്ഞ ദിവസത്തെ മജ്‌ലിസിൽ പങ്കെടുത്തിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോവുകയും പങ്കെടുക്കാത്തവർ അത് തീർച്ചയായും പരിശുദ്ധ മദീനയിൽ വെച്ച് പരിശുദ്ധ റജബിനെക്കുറിച്ചും ഷഅബാനിനെക്കുറിച്ചും പരിശുദ്ധ റമദാനിൽ എന്തെല്ലാം അമലുകളാണ് നാം ചെയ്യേണ്ടത്, ഖുർആൻ എങ്ങനെയൊക്കെയാണ് പാരായണം ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് നാം നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യേണ്ടതെല്ലാം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന വലിയ സമ്പത്താണ്. നമ്മൾ ഖബറിൽ കടന്നാൽ നമ്മളെ തേടി ആരും വരില്ല, അത് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വന്യപിതാവ് മർഹൂം ഇസ്മായിൽ ഹാജി ഉപ്പാനെ ഞാൻ കണ്ടിട്ടില്ല. അവിടുന്ന് വഫാത്തായി 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ ഉപ്പയെക്കുറിച്ച് അറിയുന്നതും എല്ലാം. എന്നാൽ ആ ഉപ്പ എന്ത് നന്മ ചെയ്തിട്ടാണ് ഈ സഹോദരനുമായി, ഈ പ്രിയപ്പെട്ട മകനുമായിട്ടൊരു ബന്ധം കിട്ടിയത്. മക്കാർ ഹാജി ഉപ്പ വിശദീകരിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അറിയാത്ത വഴികളിലൂടെ നമ്മുടെ ഖബറിലേക്ക് കുത്തൊഴുക്കെ നമുക്ക് ഖുർആനും ദിക്റുകളും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അള്ളാഹു അവർക്ക് നൽകിയ സൗന്ദര്യം, കഴിവുകൾ, അവരുടെ പക്വത എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഇതെല്ലാം നിശ്ചലമായി കഴിഞ്ഞാൽ ആ ജീവൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് നമ്മളെ ഓർക്കാനും നമുക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ദിക്റിൻ്റെ ഒരു ലാമ തന്നെ ചൊല്ലിക്കിട്ടിയാൽ തന്നെ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. നാം ഒന്ന് പിന്നോട്ട് ചിന്തിച്ചു നോക്കൂ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ഉപ്പാപ്പമാരുടെ കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചിട്ട് പോലുമില്ലായിരിക്കാം ഈ നിമിഷം. ഒരു 5-6 തലമുറയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലെ നാളെ ഒരു സമയത്ത് നമ്മളും 6-7 തലമുറകൾക്ക് മുകളിലുള്ളവർ ആവാൻ വലിയ താമസമൊന്നുമില്ല. എന്നാൽ വലിയ വലിയ മഹത്തുക്കൾ മരണപ്പെട്ടിട്ട് 100-200 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ഈ ഭൂമിയിൽ ചെയ്ത നന്മയുടെ ഫലമാണ് അള്ളാഹു അവർക്ക് നൽകിയത്. ഒരു മനുഷ്യന് വേണ്ടി ആരെങ്കിലും ഖുർആൻ പാരായണം ചെയ്താൽ, ദിക്ർ ചൊല്ലിയാൽ അവരുടെ പദവികൾ അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ ഭൂമി ലോകത്ത് താമസിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തകളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഖബറിൽ ചെല്ലുമ്പോഴായിരിക്കും നിരാശനാകുന്നത്. എനിക്ക് കിട്ടിയ രാജകീയമായ അവസരങ്ങൾ എനിക്കെൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ റബ്ബെ എന്ന വേദനകൾ അവിടെയും ഉണ്ടാകും. എന്നാലും ഹബീബായ മുത്തുനബി തങ്ങൾ നമ്മളെ സംരക്ഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ മുത്തുനബി തങ്ങൾ എത്ര ഒറ്റപ്പെട്ടവനെയും കൈപിടിക്കുമെങ്കിൽ ആ മുത്തുനബിയെ സ്വലാത്ത് കൊണ്ട് നമ്മൾ സ്നേഹം നിലനിർത്താൻ കൂടി ശ്രമിക്കണമെന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്ത് യാസീൻ ഓതി കുറച്ച് ദിക്ർ ചൊല്ലി നമുക്ക് ആത്മാർത്ഥമായി ദുആ ഇറക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي إنا لله وإنا إليه راجعون ولا حول ولا قوة إلا بالله العلي العظيم اللهم اغفر له وارحمه مرحوم إسماعيل هاجي نور الله مرقده اللهم اغفر له وارحمه مرحوم إسماعيل هاجي نور الله مرقده
اللهم اغفر له وارحمه مرهم إسماعيل هادي نور الله مرقده واعف عنه وعافه وأكرم نزله ووسع مدخله وعثله بالماء والثلج والبرد وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر أو من عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. حينا ربنا بالسلام وأدخلنا دار السلام. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين برحمتك يا أرحم الراحمين. اللهم أوصل مثل ثواب ما قرأناه إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم وإلى حضرة جميع الأنبياء والمرسلين وإلى حضرة أهل الخير كلهم أجمعين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا واقض حوائجنا وأد ديوننا واشف أمراضنا وأمراض مرضانا يا أرحم الراحمين. اللهم وإلى حضرة أرواح آبائنا وأمهاتنا وإلى حضرة من ماتوا منا اللهم اغفر لنا ولهم وارحمنا وإياهم واجمع بيننا وبينهم في دار جناتك النعيم مع عبادك الصالحين. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا ولا قبورهم حفرة من حفر النيران. اللهم آنس وحشتهم وآمن روعتهم ونفس كربتهم ونور محلتهم وارفع درجتهم وكن لنا ولهم وبنا وبهم حفيا. اللهم وارحم ما كان من السيئات في تروسهم وافسح لهم ما ضاق من رموسهم واجعل لي حور الكواعب من أنسهم وأنيسهم. اللهم وما أتوك به من حسنة فتقبلها وما أتوك به من سيئة فتجاوز عنها. اللهم أبدلهم دارا خيرا من دارهم وأهلا خيرا من أهلهم وجيرانا خيرا من جيرانهم. اللهم أدخلهم الجنة وأعذهم من عذاب القبر وفتنته ومن عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات برحمتك يا أرحم الراحمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان
ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين كلما ذكره الذاكرون غفل عن ذكره الغافلون والحمد لله رب العالمين. إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاسات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين
قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم. قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلكم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالأرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم لو يشاء الله أطعمه إن أنتم إلا في ضلال مبين. ويقولون متى هذا الوعد إن كنتم صادقين. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. فلا يستطيعون توصية ولا إلى أهلهم يرجعون. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. إن أصحاب الجنة اليوم في شغل فاكهون. هم وأزواجهم في ظلال على الأرائك متكئون. لهم فيها فاكهة ولهم ما يدعون. سلام قولا من رب رحيم. وامتازوا اليوم أيها المجرمون. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين.
وأن اعبدوني هذا صراط مستقيم. ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون. هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. ومن نعمره ننكسه في الخلق أفلا يعقلون. وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين. أولم يروا أنا خلقنا لكم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون. واتخذوا من دون الله آلهة لعلهم ينصرون. لا يستطيعون نصرهم وهم لهم جند محضرون. فلا يحزنك قولهم إنا نعلم ما يصرون وما يعلنون. أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. إنما أمره إذا أراد شيئا أن يقول له كن فيكون. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. صدق الله العظيم. جددوا إيمانكم ونظروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وزد وبارك عليه. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم
يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يليق رسول الله جاهك بي إذا الكريم تحال لا باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلات عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة بحين يقسمك تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجاء غير منعكس لديك واجعل حساب بغير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينحزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وذل صحبي صلاة منك دائمة على النبي بمن هل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين فهم أهل التقى والنقى والحلم والكرم
مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مرنا حتى عذابا في الباني ريح الصبا وأطراب العيسى ذي العيس بالنعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തിലായി തിരുനോട്ടത്തിലായി അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥമായി ആമീൻ പറയുക. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ദുആ ചെയ്യുകയുള്ളൂ. ഉള്ള സമയം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر لنا واغفر لهم وارحمنا وارحمهم اللهم اغفر له وارحمه مرحوم إسماعيل نور الله مرقده اللهم اغفر له وارحمه مرحوم حاجي إسماعيل نور الله مرقده واعف عنه وعافيه وأكرم نزله ووسع مدخله وعثله بالماء والثلج والبرد ونقيه من خطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر أو من عذاب النار رحمن رحيم ما يا ملك الجبار يا ملك الملوك يا راج سيدا يا الله പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന പരിശുദ്ധ മദീന മണലിൽ നിന്നുകൊണ്ടുള്ള ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂലാക്കണം റഹ്മാനെ. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂലാക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുനോട്ടം ഈ മജ്ലിസിന് നീ നൽകണേ അല്ലാ. പടച്ചവനെ ഇത്രയും സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യപിതാവ് മർഹൂം ഇസ്മായിൽ ഹാജി നവ്വറല്ലാഹു മർഖദ ആ ഉപ്പയുടെ 3-ാമത്തെ ആണ്ടിൻ്റെ സംഗമത്തിലാണ്, നീ സ്വീകരിക്കണേ അല്ലാ. ഇന്നലെയും റബ്ബേ ആ ഉപ്പയുടെ വീട്ടിൽ അവിടുത്തെ ഭവനത്തിൽ വെച്ച് നടത്തിയ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. അവിടുത്തെ ഉസ്താദുമാർ ഇരുനരകരങ്ങളും നീ തിദ്വാരുന്നതും ദിക്റും യാസീനും മൗലിദുകളുമെല്ലാം നീ ഖബൂലാക്കണം റഹ്മാനെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത ആരൊക്കെയുണ്ടോ അവർ ചൊല്ലിയ ദിക്റും യാസീനും ആമീനും നീ ഖബൂലാക്കണേ അല്ലാ. ഇതെല്ലാം ആ ഉപ്പയുടെ ഖബറിൽ പ്രകാശപൂരിതമായി നീ എത്തിക്കണേ അല്ലാ, നീ എത്തിക്കണം റഹ്മാനെ.
അള്ളാഹുവേ നീ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാ. ഒരു ബുദ്ധിമുട്ടും ആ ഖബറിൽ നൽകരുത് റഹ്മാനെ. ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞവരുമൊക്കെ ഒരുപാട് ന്യൂനതകൾ ചെയ്തു പോയവരാണ്. അതെല്ലാം നീ മറച്ചു വെക്കണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ, ഗഫൂർ റഹീമായ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉപ്പയുടെ ഖബറിടം ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്ത് പ്രകാശിക്കുന്ന ഭവനമായ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഉപ്പയുടെ സഹധർമ്മണി, അവിടുത്തെ മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവർക്കും നീ ക്ഷമയും സമാധാനവും നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വലാത്തിൻ്റെ കുടുംബം അഹ്ബാബിൽ മുസ്തഫ, ഒരുപാട് സഹോദരിമാർ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പല രാജ്യങ്ങളിൽ നിന്നായി പ്രതിമാസം ചൊല്ലിവരുന്ന സ്വലാത്തും മുൻനിർത്തി ദ്വാരക്കുന്നതോടൊപ്പം ആ ഉപ്പയ്ക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് ഖത്മുൽ ഖുർആനുണ്ട്, ലക്ഷക്കണക്കിന് ഫാത്തിഹ സൂറത്തുണ്ട്, ഇഖ്ലാസ് സൂറത്തുണ്ട് റബ്ബേ, 10,000-കണക്കിന് സൂറത്ത് യാസീനും മുൽക്കുമുണ്ട്, കോടിക്കണക്കിന് റബ്ബേ ദിക്റും ഇസ്തിഗ്ഫാറും ചൊല്ലിവെച്ചതുണ്ട്. അതെല്ലാം ആ ഉപ്പയുടെ ഖബറിൽ നീ എത്തിക്കണേ അല്ലാ. അത് കാരണമായി വലിയ സ്ഥാനം നൽകണേ അല്ലാ. ഹബീബായ മുത്തുനബി തങ്ങളോടൊപ്പം പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീഇൽ അന്തി ഉറങ്ങാൻ ആ ഉപ്പയ്ക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെല്ലാം ഒരു നാൾ മരിക്കേണ്ടവരാണ്. മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഒരു സൽക്കർമ്മങ്ങളുമില്ല റഹ്മാനെ. ചെയ്തതെല്ലാം കബൂലിയത്താണോ സ്വീകാര്യമാണോ ഞങ്ങൾക്കറിയില്ല അല്ലാ. പടച്ചവനെ, നീ കബൂലാക്കണം റഹ്മാൻ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ അടുക്കൽ അസ്റായീൽ വരുമ്പോൾ അതിന് പാകത്തിന് ഇബാദത്തും സൽക്കർമ്മവുമായി നിൽക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ അല്ലാ. ഇങ്ങനെ റബ്ബെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഈ പുണ്യമദീനയിൽ നിന്നും ചെയ്യാൻ കാരണമായ ഞങ്ങളുടെ വന്യപിതാവ് മക്കാർ ഹാജി ഉപ്പ, അല്ലാഹുവേ, ആ ഉപ്പയുടെ കാരണം കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യാൻ ഈ പുണ്യമദീനയിൽ വെച്ച് കഴിഞ്ഞത്. ആ ഉപ്പയ്ക്ക് നീ ദീർഘായുസ്സു നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. സ്വന്തം അനുജനോടുള്ള സ്നേഹപ്രകടനമാണ് ഞങ്ങളോട് ഓരോ ആണ്ടും വരുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. അൽഹംദുലില്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണം റഹ്മാനെ. ആ ഉപ്പയ്ക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ്സു നൽകണേ അല്ലാ. ശാരീരികമായ അസ്വസ്ഥതകൾ, രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. കൈകാലുകൾക്ക് നീ ആരോഗ്യം നൽകണേ അല്ലാ. കണ്ണിന് നീ കാഴ്ച നൽകണേ അല്ലാ. ദീനിനു വേണ്ടി ഒരുപാട് ഖിദ്മ ചെയ്യാൻ അതിനുള്ള സമ്പാദ്യവും നൽകണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് ധാന്യങ്ങൾ വിതരണം ചെയ്യാൻ, ഇതെല്ലാം പേരിനും പ്രശസ്തിക്കും സ്ഥാനത്തിനുമല്ല, നിൻ്റെ അടുക്കൽ സ്വീകാര്യമുള്ള ഒരു അടിമയാക്കണം റഹ്മാനെ. പടച്ചവനെ, ആമീൻ പറയുന്നവർക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, മക്കാർ ഹാജി ഉപ്പയുടെ ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, സഹോദരിമാർ, പടച്ചവനെ, അളിയന്മാർ, അവരുടെ എല്ലാം ബിസിനസ്സിലുകളിലും ജോലിയിലും മക്കളിലും അവരുടെ പഠനത്തിലും അവരുടെ ദാമ്പത്യ ജീവിതത്തിലും സന്താനങ്ങളിലും നീ ബറക്കത്ത് നൽകണേ അല്ല. എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള പുണ്യമദീനയിൽ നിന്നുള്ള ദുആണ് നീ കബൂലാക്കണേ അല്ല. മഖബൂലും മർളിയുമായ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, മദീന സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ അല്ലാഹ് കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി തങ്ങളുടെ കാവൽ നീ നൽകണം റഹ്മാനെ. ഒരാളെയും ഒരു ഇടങ്ങേറിലും പെടുത്തല്ലേ അല്ലാ, ഒരു കണ്ണേറിലും പെടുത്തല്ലേ അല്ലാ. ദിനം ഓരോ ദിവസവും നൂറുകണക്കിന് ദുആ വസിയത്തുകളാണ്. രോഗങ്ങൾ കൊണ്ടും അപകടങ്ങൾ കൊണ്ടും പല രൂപത്തിലുള്ള വിഷമങ്ങൾ കൊണ്ടും റബ്ബേ നേരിടുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ദുആ വസിയത്ത് ചെയ്തവർക്കും റബ്ബേ, ഖുർആൻ വഖഫ് ചെയ്തവർക്കും, പരിശുദ്ധ മദീനയിലെ പാവങ്ങൾക്ക് റബ്ബേ സ്വതക്ക നൽകിയ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് അവർക്കെല്ലാം നീ നൽകണേ അല്ലാ. ആമീൻ പറയുന്ന ഉമ്മമാരുണ്ട്, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ്സു നൽകണേ അല്ലാ, ഹിമ്മത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, അവരുടെ എല്ലാം രോഗം നീ ഷിഫയാക്കണം റഹ്മാനെ. ഒരു നിലക്കുമുള്ള ബുദ്ധിമുട്ട് നൽകലേ അല്ലാ. ഷുഗറുള്ളവർ, പ്രഷറുള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, കൈകാല് വേദന, മുട്ടുവേദന, നെഞ്ചുവേദന, വയറുവേദന ഉള്ളവർ എല്ലാവരുടെയും രോഗങ്ങൾ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ഷിഫയാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. പടച്ചവനെ, പ്രിയപ്പെട്ട അൻവർക്കാക്കും അവിടുത്തെ സഹധർമ്മണിക്കും സന്തോഷമുള്ളൊരു ജീവിതം, സന്താനം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ചവനെ, ഈ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള വിഷമങ്ങളുള്ളവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റണേ അല്ലാ. കച്ചവടത്തിൻ്റെ മറ്റൊരു ഭാഷയാണ് ബിസിനസ്. അല്ലാഹുവേ, ബിസിനസ് അല്ലാഹുവേ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്.
5 നേരത്തെ നിസ്കാരം പോലെ, ഹജ്ജ് പോലെ, ഉംറ പോലെ, സക്കാത്ത് പോലെ അതൊരു മറ്റൊരു വെർഷനാണ്. ബിസിനസ് അതും ഇബാദത്തിൻ്റെ മറ്റൊരു വശമാണ്. അല്ലാഹുവേ, നീതി പാലിച്ചുകൊണ്ട് എല്ലാം ബറക്കത്തുള്ള സമ്പാദ്യമാക്കണം റഹ്മാനെ. അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ എന്തെങ്കിലും ന്യൂനതകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ ചെയ്യുന്ന ദാനധർമ്മത്തിൻ്റെ ബറക്കത്തുകൊണ്ട്, സ്വതക്കകളുടെ ബറക്കത്തുകൊണ്ട്, ഹദിയകളുടെ ബറക്കത്തുകൊണ്ട്, സക്കാത്തിൻ്റെ ബറക്കത്തുകൊണ്ട്, ഞങ്ങൾ ചെയ്യുന്ന പല നന്മകളുടെയും ബറക്കത്തുകൊണ്ട് ഞങ്ങളറിയാതെ ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ സമ്പത്തിൻ്റെ സകല മേഖലകളിലും ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ട കാര്യങ്ങളിലും ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഒരു ഹറാമും ഒരു കറാഹത്ത് പോലുമില്ലാതെ ജീവിതം വിജയിച്ചവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, നവദമ്പതിമാരെ വിജയിപ്പിക്കണേ അല്ലാ. ആഖിറത്തിൽ ചെല്ലുമ്പോൾ വിജയിക്കപ്പെട്ട നവദമ്പതികളായി നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഭാര്യയോടുള്ള കടമയും ഭർത്താവിനോടുള്ള കടമയും വീട്ടുന്ന കുടുംബങ്ങളാക്കണേ അല്ലാ. മക്കളോടുള്ള കടമകൾ വീട്ടാൻ, മാതാപിതാക്കളോടുള്ള കടമകൾ വീട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഈ മജ്ലിസിൻ്റെ സന്തോഷം എത്തിക്കണേ അല്ലാ. പച്ചക്കുബ്ബയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയമെല്ലാം പച്ചയാക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഹൃദയം മലീനസമാണ്. ഈ പരിശുദ്ധ റമളാനിൻ്റെ ബറക്കത്ത് കൊണ്ട് ശുദ്ധീകരിക്കണം റഹ്മാനെ. പടിവാതിക്കൽ വന്നു നിൽക്കുകയാണ് പടച്ചവനെ. നാളെയാണ് ഞങ്ങളുടെ റമളാനിൻ്റെ 1ാമത്തെ പടിയാവാൻ സാധ്യതയുള്ളത് പരിശുദ്ധ മദീന മുനവ്വറയിൽ. അല്ലാഹുവേ, അത്രമേൽ റമളാൻ എടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള കാര്യമാണ് പരിശുദ്ധ റജബ്, ശഅബാൻ, റമളാൻ. സ്വീകരിക്കണേ അല്ലാ. അവസാനം നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ലവരോടൊപ്പം ഈമാനോടുകൂടി കലിമ ചൊല്ലി മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് നല്ല രൂപത്തിൽ റബ്ബേ ഇബാദത്തിലായി സുജൂദിലായിരിക്കുമ്പോഴോ പരിശുദ്ധ മദീനയിലോ മക്കയിലോ വെച്ച് ഞങ്ങളെ റൂഹ് പിടിക്കുന്ന മനോഹരമായ ഒരു അവസ്ഥയിൽ ഞങ്ങളെ ഹുസ്നുൽ ഖാത്തിമ നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളുടെ പുഞ്ചിരി കാണാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ട ഹിദുമകൾ ചെയ്തവർ, ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഹിദുമകൾ ചെയ്തവർ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഒരു നേരത്തെ അന്നം തന്നവർ, ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിച്ചവർ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഖബൂലാക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ ഖബൂലാക്കണം റഹ്മാനെ. പടച്ചവനെ, പ്രിയപ്പെട്ട മക്കാർ ഹാജിയുപ്പ, അതുപോലെ അവിടുത്തെ പ്രിയ സഹധർമ്മിണിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലോ, ആരോഗ്യം നൽകണേ അല്ലോ, ദീർഘായുസ്സു നീ നൽകണേ അല്ലോ. പടച്ചവനെ, ആ ഉമ്മയ്ക്ക് നീ ഹിമ്മത്ത് നൽകണേ അല്ലോ, ആ വീടിന് നീ ബറക്കത്ത് നൽകണേ അല്ലോ. പ്രിയപ്പെട്ട അൻവർക്കാക്കും അവിടുത്തെ സഹധർമ്മിണിക്കും നീ ബറക്കത്ത് നൽകണേ അല്ലോ. പടച്ചവനെ, മക്കാർ ഹാജിയുപ്പയുടെയും ഉമ്മയുടെയും പ്രിയപ്പെട്ട മക്കൾക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലോ. അവരുടെ പേരമക്കളിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, സ്വലാത്ത് കൊണ്ട് ജീവിതം പുൽകാൻ, മാലാഖമാരുടെ സാഹോദര്യം പിടിച്ചു പറ്റാൻ, മാലാഖമാരുടെ അയൽപ്പക്കക്കാരാവാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണേ അല്ലോ, തൗഫീഖ് നൽകണേ അല്ലോ. പടച്ചവനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത, ആമീൻ പറയുന്നവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവർക്കും ഈ മജ്ലിസിൻ്റെ ബറക്കത്തിനെ നീ കാണിക്കണം റഹ്മാനെ. നീ കാണിക്കണേ അല്ലോ, നീ കാണിക്കണം റഹ്മാനെ. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. أوصيكم بالدعاء. السلام عليكم ورحمة الله وبركاته.